ഹോർമോൺസ് ആൻഡ് ഹോർമോൺ അണ്ടഗോണിസ്റ്റ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് വരുന്നത് ഹൈപ്പോഗ്ലൈസീമിക് ഏജൻസ്, ആന്റി തൈറോയിഡ് ഡ്രഗ്സ്, സെക്സ് ഹോർമോൺസ്, കോൺട്രാസെപ്റ്റീവ്സ്, കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്, ഇത്രയാണ് പർട്ടിക്കുലർ ടോപ്പിക്കിന് അണ്ടറിൽ വരുന്നത്. അപ്പം ഏറ്റവും ആദ്യം എന്താണ് ഹോർമോൺസ് എന്നും എൻഡോക്രൈൻ സിസ്റ്റം എന്താണ്, എങ്ങനെയാണ് അത് റെഗുലേറ്റ് ചെയ്യുന്നത്, റിലീസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ബേസിക് ആയിട്ട് അറിയേണ്ടത്. സോ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് it contains ductless glands. Okay, so the endocrine system consists of ductless glands. They will synthesize the hormones എന്നിട്ട് അതിനെ എന്ത് ചെയ്യും, ഡയറക്ട്ലി നമ്മുടെ സർക്കുലേഷനിലേക്ക് റിലീസ് ചെയ്ത് വിടുന്നതാണ് ഹോർമോൺസ് അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റം ചെയ്യുന്നത്. ഇനി ഹോർമോൺസ് എന്നാൽ എന്താണ്? ഹോർമോൺ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡ് ആണ്. ഇറ്റ് മീൻസ് അർജിൻ. അർജിൻ എന്ന് പറഞ്ഞാൽ എന്താ? അർജിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്രീസ്ഡ് സെക്രീഷൻ. സോ ഹോർമോൺ എന്ന് പറയുന്ന വേർഡ് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻക്രീസ്ഡ് സെക്രീഷൻ അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് എന്താ പറയാ, ഇറ്റ് ഈസ് സെക്രീറ്റഡ് ബൈ സ്പെഷ്യൽ സെൽസ് ആൻഡ് ദീസ് സ്പെഷ്യൽ സെൽസ് ആർ ട്രാൻസ്പോർട്ടഡ് ടു എ സൈറ്റ്. അപ്പം ഈ സ്പെഷ്യൽ സെൽസ് ദേ ആർ ട്രാൻസ്പോർട്ടഡ് to a site distant from its origin where it is produce its action. അതായത് എവിടെയാണോ നമ്മൾ ഈ പർട്ടിക്കുലർ സാധനത്തിനെ പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നത് അവിടെ അല്ല ഈ പറയുന്ന പോലെ ഇത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ആക്ട് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്. ഇത് ആക്ട് ചെയ്യുന്നത് വേറെ സ്ഥലത്താണ്, പക്ഷെ റിലീസ് ചെയ്യുന്നത് ഒരു സ്ഥലത്താണ്. മനസ്സിലായോ? റിലീസ് ചെയ്യുന്നത് എവിടെയാണോ അവിടെ അല്ല ആക്ഷൻ ഉള്ളത്. റിലീസ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് ഇതിന്റെ action existent ചെയ്യുന്നത്. Okay, so hormones, it is derived from a Greek word hormona, which means to urgin. It is defined as a substance secreted by special cells and transported to a site distant from its origin, that is where it is produced its actions. So hormones can act on അനദർ എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ലെങ്കിൽ ടിഷ്യൂസ്. അപ്പൊ ഏതെങ്കിലും ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡിലോ ഒരു ടിഷ്യൂലൊക്കെ ആക്ട് ചെയ്യാൻ മാത്രമേ ആര് നമ്മളെ സഹായിക്കുകയുള്ളൂ? ഹോർമോൺസ്. ഓക്കെ, അപ്പം അതിന്റെ നാച്ചുറൽ ഫങ്ഷൻ എന്താണോ അതിനെ ഓൾട്ടർ ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പം ഇൻസുലിൻ ആണെങ്കിൽ ഇൻസുലിന്റെ സെക്രീഷൻ കൂട്ടുക അല്ലെങ്കിൽ ഇൻസുലിന്റെ സെക്രീഷൻ കുറയ്ക്കുക, അതൊക്കെ അവർ ചെയ്യും. പക്ഷെ അല്ലാതെ പുതിയ ഒരു ആക്ഷൻ എക്സേർട്ട് ചെയ്യുന്ന പരിപാടി അവിടെ വരുന്നില്ല. So, no new functions are endowed to them. The hormones act in trace amounts. They require a latent period before their effect is produced. അവരുടെ ഇഫക്റ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ലേറ്റന്റ് പീരീഡ് ഉണ്ടായിരിക്കും. അപ്പൊ റിലീസ് മുതൽ ഇഫക്റ്റ് ഉണ്ടാക്കുന്നത് വരെയുള്ള പീരീഡിനെയാണ് ലേറ്റന്റ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി 3 തരത്തിലാണ് ഹോർമോൺസ് ഉള്ളത്. ഹോർമോൺസ് ജനറലി ഫോൾ ഇൻ ടു, ഒന്ന് അമിനോ ആസിഡ്സും അവരുടെ ഡെറിവേറ്റീവ്സും, 2 സ്റ്റിറോയിഡ്സ്, 3 പോളിപെപ്റ്റൈഡ് ആൻഡ് പ്രോട്ടീൻസ്. ഏറ്റവും ആദ്യം വരുന്ന അമിനോ ആസിഡ് ആൻഡ് അവരുടെ ഡെറിവേറ്റീവിനകത്തെ എക്സാമ്പിൾസ് ആണ് അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ, തൈറോക്സിൻ. ഏതൊക്കെയാണ്? അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ, തൈറോക്സിൻ. ഇതൊക്കെ അമിനോ ആസിഡ് ആൻഡ് ദെയർ ഡെറിവേറ്റീവ്സിന്റെ എക്സാമ്പിൾസ് വരുന്നതാണ്. നെക്സ്റ്റ് ഈസ് സ്റ്റിറോയിഡ്സ്. സ്റ്റിറോയിഡിന്റെ എക്സാമ്പിൾ ആണ് അഡ്രിനൽ കോർട്ടിക്കൽ അല്ലെങ്കിൽ ഗൊണാഡൽ ഹോർമോൺസ്. ഏതൊക്കെയാണ്? അഡ്രിനൽ കോർട്ടിക്കൽ അല്ലെങ്കിൽ ഗൊണാഡൽ ഹോർമോൺസ്. ഓക്കെ, then polypeptides and proteins. So polypeptides and proteins എന്ന് പറയുന്നത് എവിടുന്നാണ് റിലീസ് ചെയ്യുന്നത്? ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസും ഇൻസുലിനുമാണ് പോളിപെപ്റ്റൈഡും പ്രോട്ടീൻസും. 3 ക്ലാസിഫിക്കേഷൻ: അമിനോ ആസിഡ്, സ്റ്റിറോയിഡ്, പോളിപെപ്റ്റൈഡ് ആൻഡ് പ്രോട്ടീൻ. സോ ASPP. എ എന്ന് പറഞ്ഞാൽ എന്താ? അമിനോ ആസിഡ് ആൻഡ് ഡെറിവേറ്റീവ്. എസ് ഫോർ സ്റ്റിറോയിഡ്, PP ഫോർ പോളിപെപ്റ്റൈഡ് ആൻഡ് പ്രോട്ടീൻസ്. അപ്പൊ അമിനോ ആസിഡിനകത്ത് വരുന്നത് എ വെച്ച് തുടങ്ങുന്ന അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ ആൻഡ് തൈറോക്സിൻ. സ്റ്റിറോയിഡിനകത്ത് വരുന്ന ഏതൊക്കെയാണ്? അഡ്രിനൽ ആൻഡ് കോർട്ടിക്കൽ അല്ലെങ്കിൽ ഗൊണാഡൽ ഹോർമോൺസ്. PP എന്ന് പറയുന്നതാണ് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസും ഇൻസുലിനും. ഓക്കെ, ഇനി റെഗുലേഷൻ ആൻഡ് റിലീസിനകത്ത് എന്താണെന്നറിയോ പറയുന്നത്? നമ്മൾ പറഞ്ഞ പൊതുവെ ഇത് സർക്കുലേഷനിലേക്ക് ഡയറക്ട്ലി റിലീസ് ചെയ്യുക. അപ്പം ഇപ്പൊ പിറ്റ്യൂട്ടറി ഹോർമോൺസ് എന്താ, പിറ്റ്യൂട്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്ത ഹോർമോൺസ് റിലീസ് ചെയ്യുമ്പോൾ ഇതൊരു ഫീഡ്ബാക്ക് മെക്കാനിസം ആക്ട് ചെയ്യും.
ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ സെക്രീറ്റ് ചെയ്യുന്നത് വളരെ കുറച്ചൊരു എമൗണ്ട് ആണെങ്കിൽ അതിന്റെ ആക്ഷനും കുറച്ചായിരിക്കും. കുറച്ച് സമയം നമ്മളിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് അധികം സമയം കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യും, ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് വരും. അതായത് ഇത്രയും മതി, കോൺസെൻട്രേഷൻ ഇത്രയും മതി എന്നുള്ളൊരു നിർദ്ദേശം നമുക്ക് തരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വി വിൽ കോൾ ബൈ ദ നെയിം ഫീഡ്ബാക്ക് സിസ്റ്റം. സോ ഒരു മോഡിഫൈഡ് ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട്. അതായത് മോഡിഫൈഡ് ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് സിസ്റ്റം ഇൻവോൾവ്സ് ബ്ലഡ് കോൺസ്റ്റുവന്റ്, അത് ഗ്ലൂക്കോസ് പോലെ. അപ്പൊ ഗ്ലൂക്കോസിന്റെ എമൗണ്ട് കൂടുന്ന സമയം ഇൻസുലിൻ കൂടുതലായിട്ട് ഉണ്ടാക്കും, അതിനെ മെറ്റബോളൈസ് ചെയ്യിക്കാൻ. ഗ്ലൂക്കോസിന്റെ അളവ് കുറയും, ഇൻസുലിനും കുറയും, അത് വേറൊരു ഇഫക്റ്റ്. സോ എ ഡിക്രീസ് ഇൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ പ്രൊഡ്യൂസ് ആൻ ഓപ്പോസിറ്റ് ഇഫക്റ്റ്. ഓക്കെ, ഇനി ട്രാൻസ്പോർട്ട് ആൻഡ് മെക്കാനിസം നോക്കാം. In blood, hormones are secreted either binded to plasma protein, അല്ലെങ്കിൽ എങ്ങനെയാണ്, ഒന്നെങ്കിൽ ബൈൻഡഡ് ടു പ്ലാസ്മ പ്രോട്ടീൻ, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ ദ ഫ്രീ ഫോം. ഈ രണ്ട് രീതിയിലായിരിക്കും ഉണ്ടാവുക. സോ ഇറ്റ് വിൽ റിലീസ് സ്ലോലി പ്രൊഡ്യൂസിങ് പ്രൊലോങ്ഡ് ഇഫക്റ്റ്. ഇപ്പൊ ഫ്രീ അല്ലെങ്കിൽ ആക്റ്റീവ് ഫോമിലായിരിക്കും ആക്റ്റീവ്. ഇത് ഒന്നെങ്കിൽ സൾഫ്യൂരിക് ആസിഡോ അല്ലെങ്കിൽ ഗ്ലൂക്രോണിക് ആസിഡോ കോൺജുഗേഷനിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പം കോൺജുഗേഷനിൽ ഇരിക്കുമ്പോൾ ഇത് ഇനാക്റ്റീവ് ഫോമും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇത് ആക്റ്റീവ് ഫോമിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഹോർമോൺ ക്യാൻ ബി കൺവേർട്ടഡ് ടു എ മോർ ആക്റ്റീവ് കോമ്പൗണ്ട്. ഏതാണ്, ടെസ്റ്റോസ്റ്റിറോൺ അല്ലെങ്കിൽ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ. ദ ഹോർമോൺസ് ആർ എക്സ്ക്രീറ്റഡ് ത്രൂ യൂറിൻ ആൻഡ് കോൺജുഗേറ്റ് ഫോം ആണെങ്കിലും ഫ്രീ ഫോം ആണെങ്കിലും രണ്ടും യൂറിനെ കൂടെ എക്സ്ക്രീറ്റ് ചെയ്യും. ഇത്രയാണ് ബേസിക് ആയിട്ട് ഹോർമോണിനെ പറ്റി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കണേ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് തന്നെ രണ്ട് തരത്തിലുണ്ട്. എന്തൊക്കെയുണ്ട്, ആന്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ട്, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ട്. നമ്മളിപ്പം ആന്റീരിയറിനെ പറ്റിയാ പറയാൻ പോകുന്നത്. സോ ആന്റി എന്ന് ക്ലൂ ഇടുക. ആന്റി എന്ന് പറയുന്ന ഒരു ഫീമെയിൽ അല്ലേ, അപ്പം അവർക്കാണ് ലൂട്ടനൈസിങ് ഹോർമോൺ, ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അത്തരം ഹോർമോണുകളെ പറ്റിയൊക്കെ പറയുന്നത് ആന്റീരിയർ പിറ്റ്യൂട്ടറിനെ പറ്റിയാണ്, കാരണം അവരാണ് അതിനെ റിലീസ് ചെയ്യുന്നത്. ഈ പോസ്റ്റീരിയറിൽ രണ്ടാൾക്കാർ, വാസോപ്രസിനും ഓക്സിറ്റോക്സിനും, ഇവർ രണ്ടുപേരെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സെക്രേറ്റ് ചെയ്യുള്ളൂ. സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, the pituitary gland is situated in a hollow called as sella turnica at the base of the skull. So നമ്മുടെ തലയോട്ടിയുടെ ഏറ്റവും ബേസിലായിട്ട് ഒരു സാധനമുണ്ട്, അതിന്റെ പേരാണ് സെല്ല. സെല്ല ടൂർണിക്ക എന്നാണ് അതിന്റെ പേര് പറയുന്നത്. ഓക്കെ, സോ ഇത് സ്കള്ളിന്റെ ബേസിലായിട്ടാണ് ഇരിക്കുക. അവർക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്, ആ രണ്ട് ഭാഗങ്ങൾ ഒരുമിച്ച് ഫ്യൂസ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ അഡിനോ ഹൈപ്പോഫൈസിസ് അതാണ് ആന്റീരിയർ ലോബ്, ന്യൂറോ ഹൈപ്പോഫൈസിസ് അതാണ് പോസ്റ്റീരിയർ ലോബ്. സോ ആന്റീരിയർ ഈസ് അഡിനോ ആൻഡ് പോസ്റ്റീരിയർ ഈസ് ന്യൂറോ. സോ ഈ രണ്ട് പാർട്ടും they separate embryological origin and function. അപ്പം ആന്റീരിയർ ലോബിൽ 3 തരത്തിലുള്ള സെല്ലുകളുണ്ട്, ക്രോമോഫോബ്, ഈസ്നോഫില്, ബേസോഫില്. ഓക്കെ, സോ ഏതൊക്കെയാണ്, ക്രോമോഫോബ്, ഈസ്നോഫില്, ബേസോഫില്. അപ്പം ഇതിന്റെ അകത്ത് എന്തൊക്കെയുണ്ട്, ഗ്രോത്ത് ഹോർമോൺ, തൈറോട്രോപിക് ഹോർമോൺ, അഡിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ, ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ലൂട്ടനൈസിംഗ് ഹോർമോൺ, ലൂട്ടോട്രോപിക് ഹോർമോൺ. പിന്നെ ഞാൻ പറഞ്ഞ ഫീമെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനവും ആന്റീരിയർ പിറ്റ്യൂട്ടറി. പോസ്റ്റീരിയർ രണ്ട് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ആരൊക്കെയാ, ഓക്സിറ്റോക്സിനും അതേപോലെ വാസോപ്രസിനും. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം ഗ്രോത്ത് ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപിക് ഹോർമോൺസിനെ പറ്റി നോക്കാം. ഈ ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്നത് സിന്തസൈസ് ചെയ്യുന്നത് ആരാ, ഈസ്നോഫിലിക് സെൽസ് അല്ലെങ്കിൽ ഈസ്നോഫിൽ സെൽ ഓഫ് ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ് ഇത് റിലീസ് ചെയ്യുന്നത്. സോ അപ്പൊ നമ്മൾ പറഞ്ഞു ഗ്രോത്ത് ഹോർമോൺ റിലീസ് ചെയ്യുന്നത് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലുള്ള ഈസ്നോഫിൽ. ഈസ്നോഫിൽ അലർജി ആണെന്ന് അറിയാലോ അല്ലെ. സോ ഈസ്നോഫിൽ സെൽസ് ഓഫ് ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ് ഇത് സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ ഹാസ് എ മോളിക്കുലർ വെയിറ്റ് ഓഫ് അബൌട്ട് 25,000. സോ നമ്മുടെ ഗ്രോത്ത് ഹോർമോണിന്റെ, ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോണിന്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് 25,000 ആണ്. സോ ഇറ്റ് ഹാസ് എ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഇഫക്റ്റ് ആൻഡ് അതർ മെറ്റബോളിക് ഇഫക്റ്റ്. എന്തൊക്കെയുണ്ട്, ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഇഫക്റ്റും അതേപോലെ തന്നെ മെറ്റബോളിക് ഇഫക്റ്റും ഉണ്ട്. ഓക്കെ, സോ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഇഫക്റ്റ് ആൻഡ് മെറ്റബോളിക് ഇഫക്റ്റ് റിക്വയർഡ് ഫോർ ഗ്രോത്ത്. സോ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോണിനകത്ത് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് മെറ്റബോളിക് ഇഫക്റ്റിനും ഉള്ള എല്ലാം ഉണ്ട്. സോ ഇറ്റ് ആക്ട്
directly on tissues and not through a targeted endocrine gland. അപ്പം ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ടിഷ്യൂവിൽ ആക്ട് ചെയ്യുകയും ആൻഡ് നോട്ട് ത്രൂ എ ടാർഗറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്, ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡിൽ കൂടെ ആക്ട് ചെയ്തിട്ടല്ല ഗ്രോത്ത് ഹോർമോൺ ആക്ട് ചെയ്തത്, നേരെ തന്നെ അത് പോയി ടിഷ്യൂവിൽ ആക്ട് ചെയ്തിട്ടായിരിക്കും ആക്ട് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് യുണീക്ക് എമംഗ് ദ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ. സോ ഗ്രോത്ത് ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപിക് ഹോർമോണിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇവരുടെ പ്രത്യേകത എന്താണ്? ഗ്രോത്ത് ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപിക് ഹോർമോൺസ് എന്ന് പറയുന്നത് these are hormones which directly act on the tissues than a gland actinine. So these are synthesized in eosinophil cells of anterior pituitary. Its structure varies considerably from one species to the other. Human growth hormone has a molecular weight of 25,000. It has a growth promoting effect, another metabolic effect required for growth. It acts directly on the tissues and ടാർഗറ്റഡ് എൻഡോക്രൈൻ ഗ്ലാൻഡിൽ അത് ഇഫക്റ്റ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്താ പറയാ ഹോർമോൺസിനെ വെച്ചത് സ്പെഷ്യൽ ആണ്. Next is pharmacological actions. Okay, so pharmacological actions എന്തൊക്കെയാണ്? ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ആക്ഷൻസ് ആണ് അവിടെ നമുക്ക് ഈ ഗോനാഡോട്രോപിക് ഹോർമോൺ എന്താ പറയാ ഉണ്ടാക്കുന്നതാണ് ഫാർമക്കോളജിക്കൽ ആക്ഷൻസിന്റെ അകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. Okay, so growth hormone promote growth of every tissue and organ in the body. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ടിഷ്യൂസിന്റെയും ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുക. The effect are due to retention of nitrogen, water and minerals. NWM. അപ്പം നൈട്രജൻ, വാട്ടർ ആൻഡ് മിനറൽസിന്റെ റീടെൻഷൻ കൊണ്ടാണ് ഇത് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നത്, ഫാറ്റ് കൊണ്ടല്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ലീനിയർ ബ്രൗൺ ഗ്രോത്ത്, അപ്പം ചെറിയ പ്രായമുള്ള കുട്ടികളെ പോലെ ആയിരിക്കില്ല അല്ലെ, വലുതാവുമ്പോൾ അവരുടെ ബോൺ വെയിറ്റ് കൂടുന്നതായിട്ട് കാണാം. സോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് പ്രൊമോട്ട് ലീനിയർ ബോൺ ഗ്രോത്ത് ബൈ ആക്ടിങ് ഓൺ ദ എപ്പിഫൈസിയൽ കാർട്ടിലേജ്. This act on epiphyseal cartilage was not a direct one. So അതൊരു somatomedin formed by its action on the liver. So GH അല്ലെങ്കിൽ growth hormone stimulate protein synthesis. It also produce the retention of nitrogen, phosphate, potassium, water, minerals. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുക. ഒന്ന്, ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്നത് പ്രൊമോട്ട് ഗ്രോത്ത് ഓഫ് എവറി ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻ ഇൻ ദ ബോഡി. ദ ഇഫക്റ്റ് ആർ ഡ്യൂ ടു റീടെൻഷൻ ഓഫ് നൈട്രജൻ, വാട്ടർ ആൻഡ് മിനറൽസ്. എപ്പിഫൈസിയൽ കാർട്ടിലേജ്, epiphyseal cartilage are the promoting the, then it is through somatomedin formed by the action in the liver. Then gonadotropic hormone എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ്, അതേപോലെ റീടെൻഷൻ ഓഫ് നൈട്രജൻ, ഫോസ്ഫേറ്റ് ആൻഡ് potassium. It mobilizes fat from adipose tissue which is used for protein synthesis. അതായത് ഫാറ്റിനെ അഡിപ്പോസ് ടിഷ്യൂവിൽ നിന്ന് പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നതാണ് ബേസിക് ഫങ്ഷൻ. ഓക്കെ, സോ ഗ്രോത്ത് ഹോർമോൺ മൊബിലൈസസ് ഫാറ്റ് ഫ്രം ദ അഡിപ്പോസ് ടിഷ്യൂ, എന്നിട്ട് പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടി അതിനെ ഉപയോഗിക്കുന്നു. Then it produces hyperglycemia. Okay, so glucose level increase ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. Okay, then regulation of secretion, hypoglycemia, stress of any kind, vasopressin, this stimulate the release of gonadotropic. Okay, so glucose കുറഞ്ഞു, അപ്പൊ ഇത് ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാക്കും. അപ്പൊ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം വെച്ചിട്ട് ബ്ലഡ് ഷുഗർ ലെവൽ കുറഞ്ഞു പോവുകയോ ഏതെങ്കിലും തരത്തിൽ സ്ട്രെസ് ബോഡിക്ക് വരികയോ വാസോപ്രസിൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്താണ്
ഗൊനാഡോട്രോപ്പിൻ ഹോർമോൺ റിലീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത്. അപ്പം ദിസ് റിലീസ് is regulated by growth hormone regulating factor and growth hormone release inhibiting factor produced by hypothalamus. അപ്പൊ നമുക്ക് രണ്ടും വേണം അല്ലെ, ഗ്രോത്ത് ഹോർമോണിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണം, അതിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണം. സോ ഇത് രണ്ടിന്റെയും ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം വരുന്നത് ഹൈപ്പോതലാമസ് ആണ്. Then disorders of gonadotrophic production. അപ്പം ഈ എക്സസീവ് പ്രൊഡക്ഷൻ ആണെങ്കിൽ പ്രോട്ടീൻ പ്രൊഡക്ഷനും റിട്ടൻഷനും എല്ലാം കൊണ്ട് ആള് ഭയങ്കര ഹ്യൂജ് സൈസ് ആണ്. That is gigantism. So excessive production before puberty produce gigantism, that is excessive growth. After fusion of epiphyseal plates of long bones, it produces acromegaly. So നമ്മൾ ഗ്രോത്ത് ഹോർമോൺ പ്രൊഡക്ഷന്റെ രണ്ട് ബേസിക് കാര്യങ്ങളാണ് പറയുന്നത്. സോ acromegaly and gigantism. ഓക്കെ, acromegaly and gigantism ഇതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. acromegaly and it is also called as gigantism. ഇത് രണ്ടും ഒരേ വേർഡ്സ് തന്നെയാണ്. എന്താണ്? It is because of excessive production of growth hormone by the pituitary gland. acromegaly is mainly ഒരു നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ഒരു ട്യൂമർ ആണ് acromegaly എന്ന് പറയുന്നത്. മനസ്സിലായോ? Next is decreased production of that produce dwarfism. Okay, so production കുറയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് dwarfism. Excessive production will produce dwarfism. അപ്പം ഈ എക്സസ് പ്രൊഡക്ഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? എക്സസ് പ്രൊഡക്ഷൻ വന്നാൽ gigantism. പ്രൊഡക്ഷൻ കുറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് dwarfism. Decreased production produces dwarfism. Excessive production produces gigantism. Okay, clear ആയി എന്ന് വിചാരിക്കുന്നു. Next is therapeutic use only hypopituitary dwarfism. ഒരിടത്ത് മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഹൈപ്പോപിറ്റ്യൂട്ടറി ഡ്വാർഫിസത്തിൽ മാത്രമേ ഇവരെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഈസ് തൈറോട്രോപിക് ഹോർമോൺ അല്ലെങ്കിൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, TSH എന്ന് പറയും. TSHന്റെ ഫംഗ്ഷൻ എന്താ? തൈറോയിഡിനെ സിന്തസൈസ് ചെയ്യുന്നതാണ് TSHന്റെ ഫംഗ്ഷൻ. അപ്പൊ കേട്ടോ, ഇറ്റ് ഈസ് എ ഗ്ലൈക്കോപ്രോട്ടീൻ, മോളിക്കുലർ വെയിറ്റ് 28,000. ഗ്രോത്ത് ഹോർമോണിന്റെ വെയിറ്റ് 25,000, TSHന്റെ വെയിറ്റ് 28,000. അപ്പം ഇവരെന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ they are formed in the basophil cells of adenohypophysis. TSHന്റെ സിന്തസിസും റിലീസും ആണ് തൈറോയ്ഡ് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എത്ര സെക്രീറ്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതേപോലെ തന്നെ ഇറ്റ് ഓൾസോ ലീഡ്സ് ടു ദ അക്യുമുലേഷൻ ഓഫ് അയഡിൻ, ഗ്ലൂക്കോസ് ആൻഡ് അമിനോ ആസിഡ് ബൈ ദ സെൽസ് ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ്. മനസ്സിലായോ? അപ്പൊ ഈ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH ഒരു ഗ്ലൈക്കോപ്രോട്ടീൻ ആണ്. ഇവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? accumulation of iodine, glucose and amino acids by the cells of thyroid gland. So hypophysectomy produces atrophy of the thyroid. So നമ്മൾ ഈ പർട്ടിക്കുലർ ഗ്ലാൻഡിനെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ തൈറോയിഡ് തന്നെ എന്ത് ചെയ്യും? ഡിക്രീസ് ആയിപ്പോ. ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് TSH എന്ത് ചെയ്യും? ഹൈപ്പോഫൈസെക്ടമി ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും. സോ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സംഭവിക്കുന്നത്. എന്തൊക്കെയാണ്? ബേസിക്കലി രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുക. ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് വൺ TSH it stimulate the accumulation of iodine, glucose and amino acid by the cells of thyroid gland. അപ്പം നമുക്ക് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ റിലീസ്, അതിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ആരാണ്? TSHന്റെ സെക്രീഷൻ ആണ്. സോ ഹൈപ്പോ
ഫൈസെക്ടമി നമ്മൾ എന്താ ചെയ്യുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് റിമൂവ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഹൈപ്പോ എന്നുള്ള വേർഡ് തന്നെ നമുക്കറിയാം അല്ലെ, ലീഡ്സ് ടു ഡിക്രീസ് ഇൻ സെക്രീഷൻ ആണ് സംഭവിക്കുന്നത്. ഓക്കെ, സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമ്മൾ റിമൂവ് ചെയ്യുന്നു. ഈ റെഗുലേഷൻ എങ്ങനെയാണ്? റിലീസ് ഓഫ് TSH ഈസ് റെഗുലേറ്റഡ് ബൈ നെഗറ്റീവ് ഫീഡ്ബാക്ക്. അപ്പൊ TSH സ്റ്റിമുലേറ്റഡ് ആവുമ്പോൾ തൈറോയിഡ് റിലീസ് ആവും ഫ്രം തൈറോയിഡ് ഗ്ലാൻഡ്. അതേപോലെ തന്നെ തൈറോയിഡ് ഹോർമോൺ പിറ്റ്യൂട്ടറിയുടെ ആക്ഷൻ കൊണ്ട് ഫർദർ TSH റിലീസ് ചെയ്യുമ്പോഴാണ് അത് ഇൻഹിബിറ്റഡ് ആകുന്നത്. ഡിസോർഡേഴ്സ് നമുക്കറിയാം, തൈറോയ്ഡ് ടോക്സിക്കോസിസ് എന്ന് പറയുന്ന ഡിസീസ് കണ്ടീഷൻ ഈസ് ഡ്യൂ ടു എക്സസീവ് സെക്രീഷൻ ഓഫ് TSH. ഇറ്റ് പ്രൊഡ്യൂസസ് ഡെപ്പോസിഷൻ ഓഫ് അഡിപ്പോസ് ടിഷ്യൂ ബിഹൈൻഡ് ദ ഐ. അപ്പം തൈറോയ്ഡ് ടോക്സിക്കോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? TSH ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻക്രീസ്ഡ് സെക്രീഷൻ ഓഫ് TSH എന്നിട്ട് കണ്ണിന്റെ പുറകെ പോയി അക്യുമുലേറ്റ് ചെയ്യും. എക്സോഫ്താൽമസ് എന്നാണ് ആ കണ്ടീഷന് പറയുന്നത്. അതായത് കണ്ണിങ്ങനെ പുറകെ പോയി അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ പ്രൊട്രൂഡ് ചെയ്യും. അതിനാണ് എക്സോഫ്താൽമസ് എന്ന് പറയുന്നത്. ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ലീഡ്സ് ടു ഹൈപ്പോ തൈറോയിഡിസം. അതിനെയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. തൈറോയിഡ് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇൻക്രീസ്ഡ് സെക്രീഷൻ വരുന്ന കണ്ടീഷനെയാണ് നമ്മൾ വിളിക്കുന്നത് എക്സോഫ്താൽമസ്. അപ്പം അതിനകത്ത് കണ്ണിങ്ങനെ പ്രൊട്രൂഡ് ചെയ്ത് പുറത്തേക്ക് വരും. ദെൻ ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ലീഡ്സ് ടു ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ ഗോയിറ്റർ. ഈ TSH തെറാപ്യൂട്ടിക് യൂസിനകത്ത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഈസ് നോട്ട് യൂസ്ഡ് ഫോർ റീപ്ലേസ്മെന്റ് ഓഫ് എൻഡോജീനസ് ഡെഫിഷ്യൻസി. Okay, since it is less satisfactory than thyroid hormone. അപ്പം നമുക്ക് വെറുതെ ഈ പർട്ടിക്കുലർ ഹോർമോൺ അല്ലെങ്കിൽ TSH അഡ്മിനിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം TSH അഡ്മിനിസ്റ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? TSH അങ്ങോട്ട് അഡ്മിനിസ്റ്റർ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുമ്പോ നമുക്ക് തൈറോയിഡിൻ്റെതായിട്ടുള്ള ആക്ഷൻ, തൈറോയിഡ് ഹോർമോണിൻ്റെതായിട്ടുള്ള ആക്ഷൻ നമുക്ക് കിട്ടുക ഇല്ല. Then adrenocorticotropic hormone അല്ലെങ്കിൽ corticotropic ACTH, that is adrenocorticotropic hormone. So ACTH എന്ന് പറയുന്നത് ഒരു പോളിപെപ്റ്റൈഡ് ആണ്. അതിന്റെ മോളിക്കുലാർ വെയിറ്റ് എത്രയാണ്? 4000. ഹ്യൂമൻ അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോണിന്റെ അകത്ത് 39 അമിനോ ആസിഡ് ഉണ്ട്. ഈ 39 അമിനോ ആസിഡ് ഇറ്റ് ഈസ് റാപ്പിഡ്ലി ഡിസ്ട്രോയിഡ് ബൈ proteolytic enzyme, so it is ineffective orally, but it can be administered by intramuscular അല്ലെങ്കിൽ intravenous injections. അപ്പം IM അല്ലെങ്കിൽ IV ആയിട്ട് നമുക്ക് ഈ അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോണിനെ കൊടുക്കാം. ഓറലി കൊടുക്കാൻ പറ്റില്ല, കാരണം റാപ്പിഡ്ലി പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ് അതിനെ നശിപ്പിച്ച് കളയും. അപ്പൊ ഞാനിപ്പോൾ ഏതൊക്കെ ഇതിനെ പറ്റി പറഞ്ഞു? ഹോർമോണുകളെ പറ്റി പറഞ്ഞു. ഏറ്റവും ആദ്യം ഗ്രോത്ത് ഹോർമോണിനെ പറ്റി പറഞ്ഞു. സൊമാറ്റോമെഡിൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഫോർമേഷൻ ഓൺ ദ ലിവറിൽ കൂടിയാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും ബൈ പ്രോട്ടീനെയും അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസിലൂടെ. അതേപോലെ അഡിപ്പോസ് ടിഷ്യൂവിനെ പ്രോട്ടീൻ സിന്തസിന് വേണ്ടി ഉപയോഗിക്കുന്നു. റീടെൻഷൻ ഓഫ് ഫോസ്ഫേറ്റ്, നൈട്രജൻ, പൊട്ടാസ്യം, വാട്ടർ ആൻഡ് മിനറൽസ്. Increased secretion produce gigantism and decreased production will causes dwarfism. Then thyroid tropic hormone, തൈറോയ്ഡ് കൂട്ടാൻ വേണ്ടി തൈറോട്രോപിക് ഹോർമോൺ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്താ പറയാ, അതിന്റെ അത് ബോഡിയിൽ ഉണ്ടെങ്കിൽ തൈറോയ്ഡ് സെക്രേഷൻ സംഭവിക്കും. ഫീഡ്ബാക്ക് റെഗുലേഷൻ ആണ്. കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഗോയിറ്റർ, കൂടി പോയിട്ടുണ്ടെങ്കിൽ എക്സോഫ്താൽമസ്. ദെൻ എൻഡോജീനസ് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാനായിട്ട് സാധിക്കും. ദെൻ റീപ്ലേസ്മെന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ദെൻ ACTH എന്ന് പറയുന്നത് 39 അമിനോ ആസിഡ് സീക്വൻസ് ഉള്ള ഒരു പോളിപെപ്റ്റൈഡ് ആണ്. 4000 മോളിക്കുലർ വെയിറ്റ്. ഓറലി കൊടുക്കാൻ പറ്റില്ല, പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ് നശിപ്പിക്കും. IM അല്ലെങ്കിൽ IV ആയിട്ട് വേണം കൊടുക്കാൻ. ദെൻ ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ഫാർമക്കോളജിക്കൽ ഇഫക്ട്സ്. ഹൈപ്പോഫൈസെക്ടമി കഴിഞ്ഞാൽ, അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിന്റെ സൈസും കുറയും. ഓക്കെ, സോ ദിസ് ഈസ് ഡ്യൂ ടു ദ അട്രോഫി ഓഫ് സോണ ഫസിക്കുലേറ്റ ഓഫ് അഡ്രിനൽ കോർട്ടെക്സ്. ഓക്കെ, സോ സോണ ഫസിക്കുലേറ്റ അഡ്രിനൽ കോർട്ടെക്സിന്റെ സൈസ് അല്ലെങ്കിൽ അട്രോഫി കൊണ്ടാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? അഡ്രിനൽ ഗ്ലാൻഡിന്റെ സൈസേ കുറഞ്ഞു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അഡ്രിനോകോർട്ടിക്കൽ സെക്രീഷൻ കുറയും. സോ ACTH നമ്മുടെ സോണ ഫസിക്കുലയുടെ ഫംഗ്ഷൻ കൂട്ടാനായിട്ട്
നമുക്ക് എന്ത് കൊടുക്കാം, ACTH കൊടുക്കാം. സോ adrenocortical secretionും കൂടും. സോ ഇൻ ഇൻടാക്ട് ആനിമൽസ് ACTH എന്ത് ചെയ്യും, ബ്ലഡ് ലെവൽ കോർട്ടിക്കോസ്റ്റീറോയിഡിന്റെ ബ്ലഡ് ലെവൽ കൂട്ടുന്നു. സോ ലേറ്റർ പ്രൊഡ്യൂസേഴ്സ് എ മാർക്ക്ഡ് അഡ്രിനൽ ഹൈപ്പർട്രോഫി. ഓക്കെ, സോ കോർട്ടിക്കോസ്റ്റീറോയിഡ്സിന്റെ ലെവൽ കൂട്ടുന്നു. സോ അഡ്രിനൽ ഹൈപ്പർട്രോഫി ഉണ്ടാകുന്നു. അതേപോലെ മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ആക്ടിവിറ്റി ഉണ്ട്. കാരണം മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ അതേ സ്ട്രക്ചർ ആണ് ACTH-നും ഉള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് റെഗുലേഷൻ കോർട്ടിക്കോട്രോഫിക് റിലീസിംഗ് ഫാക്ടർ CRF ആണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് എവിടെയാ ഉണ്ടാക്കുന്നത്, ഹൈപ്പോതലാമസിൽ. സോ സർക്കുലേറ്റിംഗ് കോർട്ടിക്കോസ്റ്റീറോണിന്റെ ലെവൽ കൂടുകയാണെങ്കിൽ അത് ACTH-ന്റെ റിലീസിനെ ലെവലിനെ ഡിപ്രസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഡിക്രീസ് ഇൻ കോർട്ടിസോൾ എന്ന് പറയുന്നതാണ് ഓപ്പോസിറ്റ് ലെവൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നത്. സോ മനസ്സിലാക്കാൻ പറ്റുമല്ലോ, ഫീഡ്ബാക്ക് മെക്കാനിസം, നെഗറ്റീവ് ഫീഡ്ബാക്ക് കൺട്രോൾ. Secretion of ACTH is regulated by corticotropin releasing factor CRF, which is produced by the hypothalamus. Increase in circulatory corticosteroid levels depresses the release of ACTH. ഇനി ACTH എന്ന് പറയുന്നത് എന്താണ്, എൻഡോജീനസ് ഡെഫിഷ്യൻസിക്ക് നമുക്ക് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഫാക്ടർ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും adrenocorticotropic ഹോർമോണിനെ ഉപയോഗിക്കാം. ആൻഡ് ഇറ്റ് ഈസ് ഒക്കേഷണലി യൂസ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് അലർജി, ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സിലൊക്കെ ഉപയോഗിക്കാം. ആൻഡ് ഇറ്റ് ഈസ് ഫേവറബിളി ട്രീറ്റഡ് വിത്ത് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ACTH is also used in the treatment of infantile spasm. Okay, so glucocorticoids ഒക്കെ യൂസ് ചെയ്യുന്ന കണ്ടീഷൻസ്, ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സ്, അലർജിക് റിയാക്ഷൻസ് ഒക്കെ നമുക്കിതിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ദെൻ ഇൻഫന്റൈൽ സ്പാസം എന്നൊരു കണ്ടീഷൻ ഉണ്ട്. അതിന്റെ ട്രീറ്റ്മെന്റിനും ACTH യൂസ് ചെയ്യാം. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അപസ്മാരം തന്നെയാണ് ഇൻഫന്റൈൽ സ്പീഷ്യൽ വെസ്റ്റ് സിൻഡ്രോം എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്നത് ഇൻഫന്റൈൽ സ്പാസം ആണ്, വെസ്റ്റ് സിൻഡ്രോം. Okay, West syndrome is also called as infantile spasm. Then gonadotropins, follicle stimulating hormone, luteinizing hormone, leukotropic hormone, ഇവരെല്ലാവരും ഗൊണാഡിന്റെ ഫംഗ്ഷൻ റെഗുലേറ്റ് ചെയ്യും. സോ അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഗൊണാഡോട്രോഫിൻസ് എന്ന് നമ്മൾ പറയുന്നത്. സോ അത് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ നോക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ ഗൊണാഡോട്രോഫിൻസ്.